30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പഴയന്നൂർ, എളനാട്, തിരുവല്ലോമല, കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് PC മനോജ് അധ്യക്ഷത വഹിച്ച പരിപാടി PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പീച്ചി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള DYFIയുടെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഭരണത്തിന് കീഴിലുള്ള പോലീസിന്റെ മർദ്ദനമേറ്റ സംഭവങ്ങളുടെ കഥകൾ ഇന്ന് ഓരോ പത്രങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ദൃശ്യമാകുകയാണ്. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷം, പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന് പറയാൻ കഴിയില്ല, പിണറായി വിജയനും കുടുംബവും ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെറും നോക്കുകുത്തി മാത്രമാണ്. അവിടെ മുഖ്യമന്ത്രിക്ക് പോലും യാതൊരു തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലേക്ക് പോലീസിനെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ട സംഭവങ്ങളാണ് കഴിഞ്ഞ 9 വർഷത്തെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവാൻ കഴിഞ്ഞത്. ഇവിടെ 2 ദിവസം മുമ്പ് ഇതിനോടനുബന്ധിച്ച് പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിപുലമായിട്ടുള്ള ഒരു മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. C. ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ശിവൻ വീട്ടിക്കുന്ന്, PK പ്രകാശൻ, PM മനീഷ്, TR സുഗു, സജിത് എളനാട്, U അബ്ദുള്ള, PK മോഹൻദാസ്, അയ്യാവു, ലതാ സാനു തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, INTUC നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിഷേധ സദസ്സിന് സന്തോഷ് നന്ദി പറഞ്ഞു. ഈ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഈ കേരളത്തിലെ എല്ലാ ആളുകളും കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ളതാണ്. കേരള പോലീസിൻ്റെ ഏറ്റവും മൃഗീയമായ ക്രൂരതയ്ക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ സുജിത്തിനെ പോലീസുകാരെന്ന് പറയാൻ പറ്റില്ല. പോലീസുകാർക്ക് ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പോലീസിൻ്റെ വേഷമിട്ടുകൊണ്ട് CPMൻ്റെയും DYFIയുടെയും ഗുണ്ടകളാണ് സുജിത്തിനെ തല്ലി ചതച്ചിട്ടുള്ളത്. കേരള ജനത ഒന്നടങ്കം. ന്യൂസ് ഡെസ്ക് CCV.